പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ജനോത്സവം 2026 രാജ്യ തലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്ത് പുരോഗമിക്കുകയാണ്. ഈ ജനോത്സവം 2026 എല്ലാവിധ ചുക്കാൻ പിടിക്കുന്നതും ജനം ടി വിയുടെ ഫിനാൻസ് ഡയറക്ടറും ഏതാണ്ട് 41 വർഷക്കാലം പ്രവാസിയായി ബിസിനസ് മാഗ്നറ്റായി സ്വന്തം നാടിനെ സേവിക്കാൻ ആ പണവും മറ്റും ഉപയോഗിക്കുന്ന ശ്രീ സുധാകരൻ പോളശ്ശേരി. അദ്ദേഹം വളരെ മികച്ച ഒരു ബിസിനസ്മാൻ കൂടിയാണ്, ഒപ്പം ജനം ടി വിയുടെ ഫിനാൻസ് ഡയറക്ടർ കൂടിയാണ്. സർ നമസ്കാരം. സാറേ, എന്തുകൊണ്ടാണ് സാറേ ജനം ടി വി ഇങ്ങനെ ഒരു ജനോത്സവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ കാര്യം? ജനോത്സവം എന്ന കോൺസെപ്റ്റിലേക്ക് എത്താനുള്ള കാരണം, ആദ്യമായിട്ട് ജനം സൗഹൃദവേദി എന്ന ഉള്ളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ ജനത്തിൻ്റെ മെൻറ്റർ ജയകുമാർജിയും സുരേഷ് കുമാർ, വൈസ് ചെയർമാൻ സുരേഷ് കുമാർ, മിസ്റ്റർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ സജീവ് കുമാർ ആൻഡ് കൃഷ്ണകുമാർ എന്നിവർ കൂടി ആരംഭിച്ച ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അത് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ വേണ്ട വിധത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. ആ സൗഹൃദവേദിയാണ് ഇങ്ങനെ ഒരു ജനോത്സവം നടത്തണം എന്നുള്ള ആശയം കൊണ്ടുവന്നതും അത് വളരെ ഭംഗിയായി ഈ 3 ദിവസം ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയതിൽ നമുക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ തനതായ എല്ലാ കലകളും ഇവിടെ നമ്മൾ കണ്ടു. വലിയ ഒരു ഉത്സവം തന്നെയാണ്. അതുപോലെ ഈ ഉത്സവം കാണാനായിട്ട് ധാരാളം മലയാളികൾ ഇന്ന് ഡൽഹിയിൽ എത്തിക്കൂടി. അതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. സാർ, ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ക്ഷുദ്രശക്തികളുണ്ട്. മാത്രമല്ല, ഈ കേരളത്തിൻ്റെ കലാരൂപങ്ങളെയും അല്ലെങ്കിൽ കേരളത്തെയും സൗത്ത് ഇന്ത്യയെ തന്നെ അവഗണിക്കുന്ന രീതിയിലുള്ള ചില ശക്തികൾ ഈ രാജ്യത്ത് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ കേരളത്തിൻ്റെ പാരമ്പര്യ തനത് കലാരൂപങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ ഇതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കരുതുന്നു? കേരളത്തിലെ മാറ്റം ആവശ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളം പുരോഗമിക്കേണ്ട രീതിയിൽ ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. കേരളത്തിൻ്റെ സമ്പത്ത്, സമൃദ്ധി, ഹ്യൂമൻ റിസോഴ്സസ്, പ്ലെൻറ്റി എഡ്യൂക്കേറ്റഡ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഭരണഘടന രാഷ്ട്രീയ പാർട്ടികളുടെ ദുർഭരണം കൊണ്ട് തന്നെയാണ് കേരളത്തിന് ഉന്നതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. വേണ്ടത്ര ഉന്നതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കേരളം റീസണബിളി നല്ലൊരു സ്റ്റേറ്റാണ്, ഫൈനാൻഷ്യലി ഒക്കെ ബെറ്ററാണ്. ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ NRIs. ഫോറിൻ ഫണ്ട് കൊണ്ടാണ് കേരളം ശരിക്കും നല്ല രീതിയിൽ ആവുന്നത്. പക്ഷേ നമുക്ക് കേരളത്തിൽ തന്നെ ബിസിനസ് തുടങ്ങാനും കേരളത്തിലെ നമ്മുടെ കുട്ടികളെ അവിടെ നിലനിർത്താനും പുരോഗമനത്തിനും കേരളത്തിൽ തന്നെ ധാരാളം സ്കോപ്പുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ കുട്ടികളെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് അവിടെ ഇൻഡസ്ട്രി വരണം, വ്യവസായങ്ങളും മറ്റുള്ള നല്ല രീതിയിൽ വരണം, ക്ലീനപ്പ് ചെയ്യണം. കേരളം ക്ലീനപ്പ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഈ മഹാത്മ്യം മറ്റു രാജ്യങ്ങളിൽ എല്ലാതും അറിയാനും മലയാളികൾക്കും ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും കേരളം എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു അവസരമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗംഭീരമായിട്ട് ഈ പ്രോഗ്രാം ഇവിടെ നടന്നു. ഞങ്ങളെല്ലാ വർഷവും ജനോത്സവം നടത്തും എന്നുള്ളതാണ് തീരുമാനം. എൻ്റെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണങ്ങളുണ്ടായിരുന്നു. ഇവിടെ മിനിസ്ട്രികളും എല്ലാവരും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി അരോഹാർത്ഥം പ്രവർത്തിച്ച ജയകുമാർജി, സുരേഷ് കുമാർ, മിസ്റ്റർ സജീവൻ, ഇവരൊക്കെ അതിൻ്റെ വെരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ വലിയൊരു ഉത്സവം നടത്താൻ സാധിച്ചത്. അതിലൂടെ എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഫൈനാൻസ് ഡയറക്ടറാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കുന്നതൊക്കെ ഇവരാണ് ഇവിടെ കൂടുതൽ. ഞാൻ ഗൾഫിലായതുകൊണ്ടേ അത്രയധികം ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ വി ആർ ഗോയിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. നമ്മൾ ജനം ടി വി നല്ലൊരു പുരോഗതിയിലെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നമ്മളിതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയി തുടങ്ങി. എല്ലാം നന്നായിട്ട് വരും എന്ന് ഉറപ്പുണ്ട്. എല്ലാവർക്കും, എല്ലാ ജനം പ്രേക്ഷകർക്ക് എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ജനോത്സവം 2026 അതിന് ചുക്കാൻ പിടിച്ചത് ജനം ടി വിയുടെ ഫിനാൻസ് ഡയറക്ടറായിരുന്നു. അദ്ദേഹമാണ് പ്രേക്ഷകരുമായി സംസാരിച്ചത്. ഡൽഹിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് നന്ദഗോപൻ, ജനം.